ദുബായിക്ക്. ദുബായി പോയാൽ നിന്റെ കടി തീർക്കാൻ അവളാണ് കേട്ടുന്നത്, ഞാനല്ല കേട്ടാ. നടന്നിട്ട് നീ നായിന്റെ മോനെ, നീ പോണ നടന്നിട്ട് നായെ. ഷെരീഫ് വീഡിയോസിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്റെ വീട്ടിലേക്ക് വാ ഷാജിദ എന്ന്. ശരിക്കും ആൾക്കാരെല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഷാജിദ ഷെരീഫിന്റെ വീട്ടിലേക്ക് പോവോ ഇല്ലേ, പോകോ ഇല്ലേ, പോകോ ഇല്ലേ, എല്ലാവർക്കും ഡൗട്ട്. എല്ലാവരും കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് മെടുവാണ്, ഷാജിദ പോവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. എന്തായാലും അത് ഷാജിദ ആ വെല്ലുവിളി ഏറ്റെടുത്ത പോലെയാണ്. ഷാജിദ രാവിലെ ആ ഒരു കുഞ്ഞുമായിട്ട്, ഷാജിദയുടെ ഇളയ മകനുമായിട്ട് ആ ഷെരീഫിന്റെ വീട്ടിലേക്ക് കയറി അങ്ങ് ചെല്ലുകയാണ്. പിന്നെ നടന്നത് പറയണ്ടല്ലോ, നമുക്കൊന്ന് കണ്ടു തന്നെ അറിയാം. അത്രയ്ക്ക് ഒരു യുദ്ധം തന്നെയാണ് പിന്നെ അവിടെ നടന്നത്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. എന്തായാലും പരസ്പരം ഈ ചെളിവാരി എറിഞ്ഞിട്ട് എന്താണ് കിട്ടുക? ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചല്ല, അത് കാണാൻ നല്ല ചേലെന്ന് പറയുന്ന പോലെ ഇവര് തമ്മിൽ ഇങ്ങനെ അടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് കുറെ ആൾക്കാർ കാത്തിരിക്കുകയാണ്. എനിക്കറിയടാ, ഇവിടുത്തെ എസ് എല്ലാവരും അറിയടാ, എല്ലാവരും എനിക്കറിയടാ. ഞാൻ വിളിച്ചു തരാടാ, ഇപ്പൊ വിളിച്ചു തരാ, എല്ലാവരും വിളിച്ചു തരാ. നിന്റെ തോന്നിയാസം ഇവളെ പേടിക്ക. ആണുങ്ങളെ നീയാണ്, നീ പുല്ലാണ്, പുല്ല് വെള്ളപ്പാലി. നീ അടാണ് നായിന്റെ മോനെ, നീ അടാണ് വെള്ളപ്പാലി. എടാ എന്റെ ഇഷ്ടടാ, എന്റെ ഉമ്മാന് ഞാൻ ഇടോടാ. എന്റെ മന നിന്റെ കേട്ടോള് തുണിയില്ലാത്ത ഇടറാ. നീ റീച്ച് ഉണ്ടാക്കടാ. നീ പിന്നെ പല റീച്ച് ഉണ്ടാക്കാനാ മൈര. നീ എന്തിനാടാ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? നീ എന്തിനാടാ വീഡിയോ ഇടുന്നത് യൂട്യൂബില്? നീ കണ്ട പെണ്ണുങ്ങളെ വീഡിയോ എന്തിനാണ്? നിന്റെ കെട്ടോളാ ഞാന്, നിന്റെ കെട്ടോളാണ്. നീ എല്ലാ പെണ്ണുങ്ങളുടെ ഇടലാണ് നിനക്ക് പണി. എല്ലാ പെണ്ണുങ്ങളുടെ ഇടലല്ലേ നിന്റെ പണി. എല്ലാ പെണ്ണുങ്ങളുടെ ഇടലല്ലടാ നിനക്ക് പണി. അതിന്റെ മോനെ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിദ ഷാജിയും ഷെരീഫും തമ്മിൽ ഒന്നിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ രാവിലെ തൊട്ട് ഷെരീഫിന്റെ കമന്റ് ബോക്സിനകത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഷാജിദ ഷെരീഫിന്റെ വീട്ടിൽ ചെന്ന് നേരിട്ട് കാണാൻ തന്നെ പോയിരിക്കുകയാണ്. എന്തായാലും കുറെ ദിവസങ്ങളിലായിട്ട് ഷെരീഫ് ഷാജിദക്കെതിരെ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു, അതായത് റിയാക്ഷൻ വീഡിയോസ്. അപ്പൊ അതിനെതിരെ ഷാജിദ ലൈവിൽ വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. നീ ഷെരീഫ് എന്ന് പറഞ്ഞാൽ ദുബായിലല്ലേ, അപ്പൊ നീ നാട്ടിൽ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമായിരുന്നു. അപ്പോൾ ഷാജിദയുടെ ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഷെരീഫ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷെരീഫ് പറയണ്ട്, ഷെരീഫ് വീണ്ടും വീഡിയോസ് ആയിട്ട് വന്ന് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്, ഞാൻ നാട്ടിലെത്തി എന്നും പറഞ്ഞിട്ട് ഷാജിദയെ വെല്ലുവിളിച്ചിട്ട് ഷെരീഫും വീഡിയോസ് ഇടാൻ തുടങ്ങിയിരുന്നു. തോന്നിയ പോലെ കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ ഇടലാണോ നിന്റെ പണി? ഇവന് തോന്നിയ പോലെയാണ്, തോന്നിയ പോലെ. അത് നിന്റെ ദുബായില് നടന്നാൽ മതി, ഈ നാട്ടില് നടക്കില്ല. അന്റെ ഉപ്പാ കിട്ടിയാലല്ലേ ഈ മണ്ണാർക്കാട്? അന്റെ ഉപ്പാന്റെ അല്ലല്ലോ, അന്റെ ഉപ്പാന്റെ നാടല്ലല്ലോ മണ്ണാർക്കാട്. ഇജ്ജും എല്ലാ പെണ്ണുങ്ങളെ കണ്ട പോലെ ഇജ്ജും എല്ലാ പെണ്ണുങ്ങളെ കളിക്കുമ്പോൾ എന്റെ അടുത്ത് കളിക്കണ്ട. എന്റെ അടുത്ത് കളിച്ചാൽ വിവരം അറിയും, അറിയിക്കാൻ ആള് വരുന്നുണ്ട് മോനെ. നീ എന്താ വിചാരിച്ചു? നിനക്കുണ്ടല്ലോ കെട്ടിയോള് 2 കുട്ടികൾ, അവളുമാരുടെ നിനക്കെന്താണ് നഷ്ടം? നിന്റെ ഉപ്പാ നിന്റെ പെങ്ങളെ നിന്റെ കെട്ടിയോളാടാ ഞാന്, നിന്റെ പെങ്ങളെ നിന്റെ കെട്ടിയോളാണെന്നാണ്. നീ എന്റെ മേലെ തൊട്ട നീ വിവരം അറിയുമാനെ, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആണോ മോനെ, ആണോ? നിനക്ക് എല്ലാ പെണ്ണുങ്ങളും തുടരാനും നിനക്ക് എന്നെ. ഞാൻ 5 മക്കളെ വളർത്താൻ വേണ്ടിട്ടാണ് ജീവിക്കുന്നത്. മൈര നായിന്റെ മോനെ, നിന്റെ ഉപ്പാനെ പറയും, നിന്റെ ഉപ്പാന്റെ അടുത്ത് പറയും. നിന്റെ ഉപ്പ ഉണ്ടാക്കി വിട്ടിട്ടില്ലേ? എടാ മൈര, അത് എന്റെ ഇഷ്ടടാ, എന്റെ വീട്ടുകാരാടാ. അത് നിന്റെ കെട്ടോളത് പറയും. അത് നിന്റെ കെട്ടോള് തുണിയില്ലാത്തോട് നല്ല റീച്ച് കിട്ടും. നിന്റെ കെട്ടോള് തുണിയില്ലാത്തോട് നല്ല റീച്ച് കിട്ടും. നിന്റെ കെട്ടോളുടെ തുണിയില്ലാത്ത വീഡിയോ നീ നല്ല റീച്ച് കിട്ടും. നിനക്ക് നല്ല റീച്ച് കിട്ടും. നിന്റെ കെട്ടിയോള് തുണിയില്ലാണ്ടേ വീട്. എന്റെ ഉമ്മ പലതിടും. അത് എന്റെ വീട്, എന്റെ ഇഷ്ടം, എന്റെ ഉമ്മ. നിനക്ക് എന്താ നഷ്ടം? എന്താ നഷ്ടം? നിന്റെ ഉമ്മ
ഷാജിദ പറയുന്നുണ്ട്, ഞാൻ എന്റെ 5 മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, അത് ആരും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഷാജിദ പറയുന്നത്. ശരിക്കും നമുക്ക് വീഡിയോസ് ഇടുന്നത് കൊണ്ട് ആരും റിയാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ആ ഉമ്മായെ പറഞ്ഞതും വീട്ടുകാരെ പറഞ്ഞതും ഒക്കെയാണ് ഈ ആൾക്കാരെ എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്തത്. അത് ഈ റിയാക്ഷൻ ചെയ്തവരുടെ ഒക്കെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ആയിരക്കണക്കിന് ആൾക്കാരുടെ വീടുകളിൽ ഷാജിദ കയറി ഇറങ്ങേണ്ടി വരും. ശരിക്കും ഈ റിയാക്ട് ചെയ്യുന്നവരെയൊക്കെ അങ്ങനെ മൈൻഡ് ചെയ്ത് വിടാനാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വിടാനാണ് എങ്കിൽ അതിനേ നേരം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നില്ല. അതുപോലെ തന്നെ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പരസ്പരം ചളി വാരി എറിയുന്നത് അത്ര നല്ലതാണെന്നൊന്നും എനിക്കും തോന്നുന്നില്ല. എന്റെ വീട്ടിൽ വാടി പറഞ്ഞിട്ട് മെസ്സേജ് നോക്ക്, വാടി പറഞ്ഞിട്ട് ഇവൻ വിളിച്ചതാണ്. പറയില്ലേ, നിന്റെ കെട്ടിയോ മാന്യത ഉള്ളവനാണെങ്കിൽ മാന്യത സംസാരിക്കും, നിന്റെ കെട്ടിയോ തോന്നിയവാസിയാണെങ്കിൽ ആ തോന്നിയ പോലെ തന്നെ സംസാരിക്കുള്ളൂ. മകനെ അടിപൊളിയായിട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. കണ്ട് പെണ്ണുകൾ നെഞ്ഞത്ത് കയറാന്, നിങ്ങൾ ആരാ അടിക്കടാ. ഒരു മര്യാദക്കുള്ള വർത്തമാനങ്ങൾ നമുക്ക് പറഞ്ഞു. ആൾക്കാരെ വിളിച്ചു നീ വാടാ, നീ വാ, ടൗണിലേക്ക് വാ. ഈ ഷെരീഫ് വീഡിയോസിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്റെ വീട്ടിലേക്ക് വാ ഷാജിദ എന്ന്. ശരിക്കും ആൾക്കാരെല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഷാജിദ ഷെരീഫിന്റെ വീട്ടിലേക്ക് പോവോ ഇല്ലേ, പോകോ ഇല്ലേ, പോകോ ഇല്ലേ, എല്ലാവർക്കും ഡൗട്ട്. എല്ലാവരും കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് മെടുവാണ്, ഷാജിദ പോവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. എന്തായാലും അത് ഷാജിദ അങ്ങ് ആ വെല്ലുവിളി ഏറ്റെടുത്ത പോലെയാണ്. ഷാജിദ രാവിലെ ആ ഒരു കുഞ്ഞുമായിട്ട്, ഷാജിദയുടെ ഇളയ മകനുമായിട്ട് ആ ഷെരീഫിന്റെ വീട്ടിലേക്ക് കയറി അങ്ങ് ചെല്ലുകയാണ്. പിന്നെ നടന്നത് പറയണ്ടല്ലോ, നമുക്കൊന്ന് കണ്ടു തന്നെ അറിയാം. അത്രയ്ക്ക് ഒരു യുദ്ധം തന്നെയാണ് പിന്നെ അവിടെ നടന്നത്. വെള്ളപ്പാലി കണ്ടോളൂ നായിന്റെ മോന് പെണ്ണുങ്ങളുടെ എല്ലാവരും കെട്ടിയോള് നല്ല വേശി ഇവിടെ നേരെ വേശ്യാലയം നടത്തുന്നുണ്ട്. കെട്ടിയോള് ഇവന്റെ വേശ്യ, കെട്ടിയോളും കുട്ടികളും രണ്ട് പെൺകുട്ടികളെയും വെച്ചിട്ട് അവൻ വേശ്യാലയം നടത്തുന്നുണ്ട്. ദുബായില് എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയെന്ന് പറയാണ്ട് ഇപ്പൊ കെട്ടിയോളം വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന നീ കണ്ടാ നിന്റെ മുണ്ടെന്ന് പൊക്കുക, അപ്പൊ നല്ല കാണാം. നിക്കണം അവളെ വേശി, അവളുണ്ടാക്ക്. ദുബായി പോയാൽ നിന്റെ കടി തീർക്കാൻ അവളാണ് കേട്ടുന്നത്, ഞാനല്ല കേട്ടാ. നടന്നിട്ട് നീ നായിന്റെ മോനെ, നീ പോടാ, നടന്നിട്ട് നായെ നീ പോടാ. എന്റെ അഞ്ചനത്തിനുണ്ടെങ്കിൽ എനിക്ക് നീ വെല്ലുവിളിച്ചേരടാ, ഞാൻ വന്നില്ലേ. ലൈവ് ഇട്ടുകൊണ്ടാണ് ഷാജിദ ഷെരീഫിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എന്തായാലും അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ക്ഷമയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം ക്ഷമയുള്ള കൂട്ടത്തിൽ തന്നെയാണെന്ന്.